ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് ഇന്ന് തീരുമാനിക്കും. ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടാകും വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളുക. അതിനു മുൻപ് LDF-ലെ ഘടകകക്ഷികളുമായി ആശയവിനിമയവും നടത്തും. BV അരുൺ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുകയാണ്. അരുൺ, നിർണായക തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു തീരുമാനവുമാകും. എന്താണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എങ്ങനെ വിശദീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമോ ഇന്നത്തെ യോഗങ്ങളിൽ? തീർച്ചയായിട്ടും ശബരിമല യുവതീ പ്രവേശനത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാട് തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ശേഷം വിശ്വാസ സംരക്ഷണ നിലപാട് മാത്രമേ സ്വീകരിക്കൂ എന്ന് CPM നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അത്തരമൊരു നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ആഴ്ച തീരുമാനവും സമാനമായിരുന്നു. യുവതീ പ്രവേശനമല്ല വിഷയം, ഈ വിശ്വാസം കൂടി സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കും. കോടതി അത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അന്ന് അതിനെ അനുകൂലിക്കാതെ മറ്റൊരു വഴി സർക്കാർ മുന്നില്ലായത്. അതുകൊണ്ടാണ് അന്ന് അത്തരം തീരുമാനങ്ങളിലേക്ക് പോയത്. അതിനപ്പുറത്തേക്ക് ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കും. വിശ്വാസികളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് നേരത്തെ CPM വ്യക്തമാക്കിയതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചേക്കും. നാളെയാണ് സുപ്രീം കോടതി വിഷയം നിലപാട് അറിയിക്കേണ്ട അവസാന ദിവസം. നാളെ കോടതിയിൽ സർക്കാർ അഭിഭാഷകർ നിലപാട് അറിയിക്കും. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യം ചർച്ച ചെയ്തു. ഇടതുമുന്നണി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനുള്ള ആലോചനയും ഉണ്ടായിരുന്നു. പക്ഷെ മുന്നണി യോഗം ചേരാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ മുന്നണി നേതാക്കളുമായി ആശയവിനിമയം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ അത് ഉണ്ടാകും. അതിനുശേഷം നാളെ നിലപാട് അറിയിക്കും. യുവതീ പ്രവേശനത്തെ ഘടകകക്ഷികൾക്കെല്ലാം സമാനമായ നിലപാട് തന്നെയാണോ? തീർച്ചയായിട്ടും അതിന് വിരുദ്ധമായ നിലപാട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ ഈ യുവതീ പ്രവേശനത്തിൽ CPM സർക്കാർ അനുകൂലിക്കുമ്പോഴും ഘടകകക്ഷികൾ പലരും അത്ര കടുത്ത നിലപാട് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരാരും അതിനെ എതിർക്കുന്ന നിലപാടിലേക്ക് പോകില്ല. പകരം സർക്കാർ തീരുമാനത്തിനൊപ്പം നിൽക്കും. നാളെ കോടതി യുവതീ പ്രവേശന നിലപാട് വേണമെന്ന് പരിഗണിക്കുന്നില്ല എങ്കിൽ പോലും നേരത്തെ നിശ്ചയിച്ച 10 കാര്യങ്ങളുണ്ട്. അതിലേക്ക് മാത്രമേ ചർച്ചകൾ പോകൂ. എന്നാലും സർക്കാരിന് കൃത്യമായ നിലപാട് അവിടെ ഈ കോടതിയിൽ അറിയിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കാരണം അത്രയധികം തിരിച്ചടി ആ വിഷയം സംസ്ഥാനത്തെ ഇടതുമുന്നണിക്കും സർക്കാരിനും ഉണ്ടാക്കിയതാണ്. ആ കാരണം കൊണ്ട് തന്നെ ആ തീരുമാനം പുനഃപരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണ നിലപാടിലേക്ക് സർക്കാർ മാറിയാൽ അവിടെ അനുകൂലമായ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ അനുകൂലമായ ഒരു പ്രതികരണം ഹൈന്ദവ സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് അത്തരമൊരു തീരുമാനം തന്നെയാകും ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന 5 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. അതിലും നിർണായകമായ തീരുമാനമുണ്ടാകും. മന്ത്രിസഭാ യോഗത്തിൽ കൂടി അനുമതിയോടുകൂടിയാകും ഇക്കാര്യം കോടതിയെ അറിയിക്കുക. BV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു U-ടേൺ ഉണ്ടാകുന്നു എന്നത് വ്യക്തമായിരിക്കുന്നു. നേരത്തെ തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് ഇന്ന് തീരുമാനിക്കും. ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടാകും സ്വീകരിക്കുക. വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം കൈക്കൊള്ളും. അതിനു മുൻപ് LDF-ലെ ഘടകകക്ഷികളുമായും ആശയവിനിമയം നടത്തിയായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. BV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.